ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയും ആകാശും കൂടെ ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളാണ് കേട്ടോ റൂമിൽ. ടൂർ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആകാശ് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ പോവാറായിപ്പോൾ എന്താ പ്രശ്നം? റെഡിയാവാൻ പറഞ്ഞപ്പോൾ നീ രാവിലെ ഓരോ ന്യായങ്ങളും പറഞ്ഞിങ്ങി വരുവാണല്ലോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ മീനാക്ഷി പറയാം, എനിക്ക് എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം ആകാശ്. പിന്നെ എന്നെ കൂടുതൽ ആരും ഭരിക്കാനൊന്നും പാടില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നടക്കണം. പിന്നെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കേണ്ടത്, ആകാശ് പോലും. പിന്നെ ഒരു ടൂറൊക്കെ പോകുമ്പോഴത്തേക്കിനും എന്നെ ഭരിക്കാനോ ഒന്നിനും വരരുത്. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് മുന്നോട്ട് പോകണം. അതൊക്കെയാണ് എൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ, ഓ മതി മതി, അല്ലെങ്കിലും നിനക്ക് കുറച്ച് ഇത് കൂടുതലാണ്. ഇനിയിപ്പോൾ എന്തായാലും പോവാറായില്ലേ, അതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. ആ മിണ്ടണ്ട, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞ് മീനാക്ഷി ശരി എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നീ പെട്ടെന്ന് ഇറങ്ങ്. അങ്ങനെ മീനാക്ഷി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാണ്. തൊട്ടടുത്ത റൂമിലിരുന്ന് മിത്രയും ആര്യനും കൂടെ സംസാരിക്കുന്ന ടൂറ് പോകുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ മിത്ര ആര്യനോട് പറയാണ്, അതെ ഇതിപ്പോൾ ആനന്ദേട്ടനും ശ്രീദേവി ചേച്ചിയാണ് ഹണിമൂണിന് പോകണമെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകും പോലെ എനിക്ക് തോന്നണേ, നമ്മുടെ ഒരു ആഘോഷം പോലെയാണ് തോന്നണേ എന്ന് മിത്ര പറയുമ്പോൾ ഉടനെ ആര്യം ചോദിക്കുക, ആ ശരിയല്ലേ, നിനക്കങ്ങനെ തോന്നിയോ? അതെ, പിന്നെ നമ്മൾ ഇതുവരെയായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് ഒരിടവും പോയില്ലല്ലോ. എവിടെയെങ്കിലും പോയിരുന്നോ? ഇല്ല. അതുമാത്രമല്ല ആര്യൻ എന്നോട് വലിയ ഒരു ഇഷ്ടവും സ്നേഹമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആര്യനെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെനിക്ക് വളരെ സന്തോഷമാണെന്ന് പറയുമ്പോൾ ആര്യൻ്റെ മുഖത്തും ഭയങ്കരമായിട്ട് സന്തോഷവും പുഞ്ചിരിയും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്ക് സന്തോഷത്തോടു കൂടി പോയിട്ട് വരാം. ഇങ്ങനൊരു യാത്ര ഇനി നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. അതും ശരിയാണ്. ശരിയാ ആര്യ, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ആ ശരിയാ, ഇറങ്ങാം എന്നും പറഞ്ഞ് അവരും അവരുടെ കാര്യങ്ങൾ നോക്കുകയാണ്. തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന് ആനന്ദും ശ്രീദേവിയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീദേവി ഡ്രസ്സൊക്കെ മാറി റെഡിയായി നല്ല സുന്ദരിയായിട്ട് നിൽപ്പുണ്ട് ഇറങ്ങാൻ. അത് പോവാൻ വേണ്ടിയിട്ട് റെഡിയായ സാരിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണം എന്ന് വെച്ചാൽ, ആനന്ദേട്ടാ ഒരു കാര്യം ഓർത്തോ, പോകുന്നതൊക്കെ കൊള്ളാം, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, എന്നെ വിട്ട് എങ്ങും പോയേക്കരുത്. ഇല്ല ശ്രീദേവി, പിന്നെ ഈ ആഘോഷവും ഈ ഹണിമൂണൊക്കെ നമ്മുടേതാണ്, നമുക്ക് മാത്രം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പറയണ പോലെ തന്നെ ആവണം എല്ലാവരും കൂടെ ഉണ്ടാവേണ്ട. നമ്മുടെ കാര്യങ്ങളിലായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മനസ്സിലായോ? ശരി, ഞാൻ നിൻ്റെ കാര്യത്തിനല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ, ഞാനെല്ലാം ഏറ്റു എന്നും പറഞ്ഞിട്ട് ശ്രീദേവി ആനന്ദിനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് മീനാക്ഷി ഓടി അങ്ങോട്ട് ഡോർ തള്ളി തുറന്ന് വരികയാണ് കേട്ടോ. അന്നേരം തന്നെ ഇവർ പെട്ടെന്ന് അയ്യോ എന്താ മീനാക്ഷി വന്നത്? മീനാക്ഷി ആകെ ചമ്മിപ്പോയി. ഇങ്ങനെ ഒരു സീൻ അവിടെ കാണുമെന്ന് മീനാക്ഷി വിചാരിച്ചില്ല കേട്ടോ. അല്ല, ഞാൻ പെട്ടെന്ന് കയറി വന്നത് വേറൊന്നിനുമല്ല, റെഡിയായോന്ന് ചോദിക്കാനാണ്. പിന്നെ സ്പെയർ ബാഗ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ അത് ചോദിക്കാനും കൂടെ കയറി വന്നത്. അതൊന്നും കുഴപ്പമില്ല മീനാക്ഷി, ധൈര്യമായിട്ടിരിക്കും, ഇങ്ങോട്ട് വാ, കയറി വാ. ഇല്ല ഞാൻ പോവാ എന്നും പറഞ്ഞ് ചമ്മി നാറി മീനാക്ഷി പോകുമ്പോൾ സ്പെയർ ബാഗൊന്നും ഇല്ലെന്നും അവരും പറയാൻ കേട്ടോ. പോയി കഴിഞ്ഞതും കഥ ഓടിച്ചെന്ന് അടയ്ക്കുക കേട്ടോ ശ്രീദേവി. എന്നിട്ട് ആനന്ദിനോട് പറയും, അയ്യോ ശരി, എല്ലാം പോയി. എന്ത് സന്തോഷമായിരുന്നു മനസ്സിൽ. എന്താ ശ്രീദേവി നിനക്ക് പറ്റിയതും? ഇല്ല ആനന്ദേട്ടാ, എത്ര സന്തോഷത്തോടെ നമ്മൾ പോകാൻ ഇറങ്ങിയത് സംസാരിക്കാൻ നിന്നത്, അതിനിടയ്ക്കായി ശ്രീദേവി മീനാക്ഷി കയറി ഇങ്ങോട്ട് വന്ന്. അവൾക്ക് എന്തിൻ്റെ കേടാ? അതിനിപ്പോൾ എന്താ, അവൾ കയറി വന്നത് അവൾ പറഞ്ഞോ? അവൾ കയറി വന്നു പോയി, ഇത്രയല്ലേ ഉള്ളൂ. ഇതിപ്പോൾ പ്രശ്നമാകേണ്ട കാര്യം എന്താ? ശ്രീദേവിയും ചോദിക്കുക. ആനന്ദേട്ടൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്താ കാര്യം? ഒന്നും കാര്യമില്ല. അല്ല, ഈ മീനാക്ഷിക്ക് അല്ലെങ്കിലും കുറച്ച് ഇത് കൂടുതലാണ്. അയ്യോ എൻ്റെ പൊന്ന് ശ്രീദേവി, മീനാക്ഷി ആളെല്ലാം തുറന്നു പറയുന്നൊരു കൂട്ടത്തിലുള്ള കുട്ടിയാണ്, അല്ലാണ്ട് അവൾക്ക് വേറെ ഒരു കുഴപ്പമില്ല. നീ അതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയാം. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒന്ന് ചോദിക്കാതെ പോലും ഡോറ് മുട്ടാതെ പോലും കയറി വന്നേക്കണ കണ്ടില്ലേ? അതെന്താ ആനന്ദേട്ടാ? അതല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാൽ ആനന്ദേട്ടൻ ഇങ്ങനെ മിണ്ടാതിരിക്കരുത് കേട്ടോ. ഞാനിങ്ങനെ ഓരോന്നും കുറ്റം പറയുകയാണെന്നൊന്നും ആനന്ദേട്ടൻ വിചാരിക്കരുത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചോദിക്കണം, അതാ വേണ്ടത്. എന്തിനാ ചോദിക്കണേ? നമ്മൾ ചോദിച്ച ഓരോന്ന് വിഷയം ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ശ്രീദേവി എന്താ ഇങ്ങനെയൊക്കെ? ഞാനിനി കുറ്റം പറയുന്നൊന്നും വേണ്ട, നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. അങ്ങനെ ശ്രീദേവി നല്ല സാരിയൊക്കെ കൊടുത്ത് റെഡിയായി, എല്ലാവരും റെഡിയായി കേട്ടോ, അവരവരുടെ ഫാമിലി. എന്നിട്ട് ഹാളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പോൾ ബാലനും ധർമ്മനും ഗോമതിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഇറങ്ങി വരുന്ന കാണുമ്പോൾ അവർക്ക് സന്തോഷമാവാണ്. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും ഇറങ്ങിയല്ലോ. പിന്നൊരു കാര്യം, പോകുന്നതൊക്കെ കൊള്ളാം, ആരും ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കരുത്, ഒരുമിച്ച് വേണം ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാൻ. ഇന്നത്തെ കാലം അറിയാലോ, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ ആരൊക്കെയാ, എവിടുന്നാ, എങ്ങനെയുള്ള ആളുകളാണ് വന്ന് പോകുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരും ഒറ്റപ്പെട്ട് പോകരുത്. അപ്പോൾ ഗോമതി പറയാം, പിന്നെ അതേപോലെ
നല്ല ഭക്ഷണങ്ങളൊക്കെ വേണം കഴിക്കാൻ, നല്ല കടയിൽ നിന്ന് വേണം കയറി കഴിക്കാനായിട്ട്. അവസാനം വയറ് കേടായിട്ട് യാത്രയുടെ ആ ഒരു സന്തോഷം ഇല്ലാണ്ടാക്കരുത്. ഇല്ല അമ്മേ എന്നും പറഞ്ഞ് എല്ലാവരോടും സന്തോഷത്തോടെ പോകാൻ റെഡിയായി നിന്നപ്പോൾ ഉടനെ നമ്മൾ ശ്രീദേവി, അച്ഛാ ബാലച്ച, എനിക്ക് ബാലച്ചൻ്റെ അനുഗ്രഹം വേണം എന്നും പറഞ്ഞ് നേരെ പോയി കാൽ തൊട്ട് തൊഴാണ് കേട്ടോ. ബാലന് ഇതുപോലൊരു സന്തോഷമില്ല. എല്ലാവരുടെ മുമ്പിലും ഗമയിൽ അങ്ങനെ നിന്നിട്ട് ആ മരുമകൾക്ക് അനുഗ്രഹമൊക്കെ കൊടുത്ത് എണീപ്പിക്കുകയാണ് കേട്ടോ. ബാലൻ്റെ കാലിൽ മാത്രമേ തൊടുന്നുള്ളൂ, ഗോമതിയുടെ കാലിൽ തൊട്ട് തൊഴുന്നു പോലും ഇല്ല. അപ്പോൾ ഇവിടെ മിത്രയും മീനാക്ഷിയും കൂടെ അത് കണ്ടിട്ട് വല്ലാത്ത രീതിയിൽ മുഖം കോടിച്ച് വെക്കുകയാണ് കേട്ടോ. ഓവർ വിനയവും അഭിനയവും ഒക്കെ കണ്ടിട്ട് അവർക്കൊന്നും സഹിക്കാൻ പറ്റണില്ല. ശരി, എന്നാൽ പിന്നെ നിങ്ങൾ പോയിട്ട് വാ, നല്ലതായിട്ട് പോയിട്ട് വന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് വിടുക കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മീനാക്ഷിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. നോക്കുമ്പോൾ മീനാക്ഷി വല്ലാണ്ട് പതറിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഗോമതി ചോദിക്കുന്ന, ആരാ മോളെ വിളിച്ചേ? അതമ്മേ, എൻ്റെ അമ്മയാണ് വിളിച്ചതെന്ന്. ആ അമ്മയാണോ, എന്നാൽ നീ ഫോൺ എടുക്കുമെന്ന് പറയാം. അങ്ങനെ ഫോൺ എടുത്ത് മാറി അങ്ങോട്ടൊന്ന് സംസാരിക്കുമ്പോൾ മീനാക്ഷിയുടെ അമ്മ അപ്പുറത്ത് നിന്നും കൊണ്ട് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. മോളെ, അച്ഛനിത് വയ്യാണ്ടായി. എന്താ അച്ഛന് സംഭവിച്ച അമ്മേ? അച്ഛൻ വെറുതെ രാവിലെ ഇരുന്നതാ മോളെ, നെഞ്ചുവേദനയായിട്ട് പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാ എന്നും പറഞ്ഞ് അവരങ്ങോട്ട് നിലവിളിയോട് വിളി. എന്നിട്ട് എനിക്കിവിടെ ആരുമില്ല മോളെ, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്നെ എനിക്കറിയില്ല, എന്തൊക്കെയോ പറഞ്ഞ് അവർ ഭയങ്കര സങ്കടത്തിലാണ്. ഇത് കേട്ട് മീനാക്ഷി ആകെ പൊട്ടി തകർന്നു പോയിട്ടോ. അങ്ങനെ കരഞ്ഞ് കലങ്ങി ഓടി വന്നിട്ട് അച്ഛനോട്, ആകാശ് അച്ഛന് തീരെ വയ്യ, അച്ഛന് വയ്യാണ്ടായി, തലകറങ്ങി വീണു, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞ് വിളിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ. ഇത് കണ്ട് ശ്രീദേവി ആകെ തളർന്നു പോയി. എല്ലാവരും മീനാക്ഷിയുടെ ചുറ്റും കൂടിയിട്ടുണ്ട്. അപ്പം ആകാശ് സമാധാനപ്പെടുത്തുന്നു, നീ കരയല്ലേ, നമുക്ക് പോവാം, പോയിട്ട് വരാമെന്ന് പറയാം. അപ്പോൾ ആനന്ദം പറയുന്നുണ്ട്, അയ്യോ അച്ഛൻ ഹോസ്പിറ്റലാണോ? എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്, രണ്ടുപേരായിട്ട് അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുക. ബാലനും പറയുന്നുണ്ട്, അച്ഛന് തീരെ വയ്യാങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് വാ, ഗോമതി നീയും കൂടെ ചെല്ല് എന്ന് പറഞ്ഞ് ആകാശിനെയും മീനാക്ഷിയും ഗോമതിയും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ ബാലൻ. എന്നിട്ട് ഇവരോടെല്ലാം അപ്പോൾ ആനന്ദ് പറയുക, ഇനിയിപ്പോൾ നമ്മൾ മാത്രമായിട്ട് എങ്ങനെയാണ് ഹണിമൂണിന് പോവുക? ടൂറ് പോകണമെങ്കിൽ എല്ലാവരും ഒരുമിച്ചല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത്, നമുക്കായിട്ട് പോകണ്ട, അതും ശരിയാവില്ല എന്ന് പറയുമ്പോൾ ബാലൻ അതിന് സമ്മതം കൊടുക്കുക കേട്ടോ. ഒറ്റയ്ക്ക് അങ്ങനെ പോകണ്ട, എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പം പോയാൽ മതി, എന്തായാലും അവർ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് പോവാം. നമ്മൾ ശ്രീദേവി ആകെ വാടി തകർന്നു പോയി കേട്ടോ. മനസ്സിലെ സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങി. അങ്ങനെ നേരെ അകത്ത് വന്ന് വല്ലാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ആനന്ദ് ഓടി അകത്തേക്ക് ഇരുന്നിട്ട്, ശ്രീദേവി ഞാനിന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്ന ആനന്ദിനെ പിടിച്ച് നിർത്തിയിട്ട് ശ്രീദേവി പറയാണ്, ആനന്ദേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ആരും ടൂറ് പോകുന്നില്ലല്ലേ, അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് എല്ലാവർക്കും എല്ലാം ചെയ്യാമല്ലോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതല്ല ആനന്ദേട്ട, ഒരു കാര്യം ആലോചിക്കണം. ഇത് നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു ഹണിമൂൺ ട്രിപ്പായിരുന്നു. മറ്റുള്ളവരത് ഏറ്റുപിടിക്കുക ചെയ്തത്. അവർക്കൊന്നും വരാൻ താല്പര്യമില്ലായിരുന്നു. നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അവർ വന്നത്. അതുകൊണ്ടാണ് മീനാക്ഷി അസുഖമെന്നും പറഞ്ഞ് ഇപ്പോൾ ഓടിയത്. അവൾക്ക് ഒന്നാമതേ താല്പര്യമില്ലായിരുന്നു. പിന്നെ മീനാക്ഷി കുറ്റപ്പെടുത്താണ്. അപ്പോൾ വീണ്ടും ആനന്ദ് പറയാ, എന്താ ശ്രീദേവി നീ ഇങ്ങനെ സംസാരിക്കണത്? മീനാക്ഷിയുടെ അച്ഛൻ ഹോസ്പിറ്റലല്ലേ, അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് എങ്ങനെ വരാൻ പറ്റും? അതുകൊണ്ടല്ലേ അവൾ ആശുപത്രിയിലേക്ക് പോയത്. അതൊക്കെ ശരി തന്നെയായിരിക്കും. ഞാനാണെങ്കിൽ മീനാക്ഷിയുടെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല, ആരാന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഒരു തല കറങ്ങി വീണു പറഞ്ഞുകൊണ്ട് അവർ പോണെങ്കിൽ പൊക്കോട്ടെ, നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കണോ ആനന്ദേട്ടാ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ആനന്ദ് ഒന്ന് അത്ഭുതപ്പെട്ടു ശ്രീദേവി നോക്കുന്നുണ്ട്. എന്നിട്ട് ആനന്ദ് പറയാണ്, അതെ അവരുടെ അച്ഛൻ ഇവിടെ വരാത്തെന്ന് വെച്ചാൽ അവരുടെ കല്യാണം അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു, അതുകൊണ്ടുള്ള പിണക്കത്തിലായിരുന്നു, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എത്ര പിണക്കത്തിലായിരുന്നു, സ്വന്തം ജന്മം നൽകിയ അച്ഛനല്ലേ ആശുപത്രിയിലായത്. അപ്പോൾ ഏതൊരു മക്കൾക്കും ഓടി ചെന്നല്ലേ പറ്റുള്ളൂ, അതല്ലേ കുടുംബത്തിലുള്ള നല്ല കാര്യങ്ങൾ, അങ്ങനെയല്ലേ വേണ്ടത് ശ്രീദേവി. അപ്പോൾ അവർക്ക് ഒരു വിഷമം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഉല്ലസിക്കാൻ വേണ്ടി എങ്ങനെയാണ് പോവുക? നീ എന്തൊക്കെ പറയണേ? അല്ല ആനന്ദേട്ടാ, അല്ലെങ്കിലും ആനന്ദേട്ടൻ എൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, എൻ്റെ സങ്കടങ്ങളും മനസ്സിലാവില്ല. ശരി, ആനന്ദേട്ടൻ എങ്ങോട്ട് പോകണമെന്നല്ലേ പറഞ്ഞേ, പൊക്കോ. ഇല്ല, നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ പോവാനാ? വേണ്ട, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ആനന്ദേട്ടൻ പൊക്കോ എന്ന് പറഞ്ഞ് ആനന്ദിനെ നിർബന്ധിച്ച് പറഞ്ഞു വിടാം കേട്ടോ. ആശുപത്രിയിൽ പാവം പോകുന്ന വഴി തന്നെ മീനാക്ഷി കാറിലിരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. എൻ്റെ അച്ഛൻ ഇങ്ങനെ വന്നു പോയല്ലോ ഈശ്വര, എനിക്കൊരു പ്രാർത്ഥനയുള്ളമ്മേ, അച്ഛന് ഒന്നും സംഭവിക്കാണ്ടിരുന്നാൽ മാത്രം മതി, ഒന്നും വരില്ല മോളെ,
അന്ന് കാണാൻ വീട്ടിൽ ഞാനും ആകാശം ചെന്നപ്പോൾ പോലും നമ്മളോട് സ്നേഹത്തോട് ഒരു വാക്ക് അച്ഛൻ മിണ്ടിയിട്ടില്ല. ദേഷ്യപ്പെടുക മാത്രമേ ചെയ്തുള്ളൂ. ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും ചെയ്യാതെ എൻ്റെ അച്ഛൻ അങ്ങ് പോയാൽ എനിക്കത് സഹിക്കാനാവില്ല. അച്ഛൻ എന്താ സംഭവിച്ചെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റണില്ലല്ലോ ദൈവമേ എന്നും പറഞ്ഞ് മീനാക്ഷി കാറിലിരുന്ന് പൊട്ടിക്കരയാൻ കേട്ടോ. ഗോമതി സമാധാനിപ്പിക്കുന്നുണ്ട്. ഒന്നും വരില്ല, അച്ഛനൊന്നും വരില്ല, നീ സമാധാനമായിട്ടിരിക്കുന്നു. അങ്ങനെയാണ് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഇറങ്ങി കാറ് നിർത്തുന്നത്. മീനാക്ഷി അതിൽ നിന്ന് ഓടി ഇറങ്ങാണ് കേട്ടോ. ഓടി നേരെ കൗണ്ടറിലേക്ക് ചെന്നിട്ട് അവിടെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ പേരും പറഞ്ഞിട്ട് എവിടെയാണ് കിടക്കണേന്ന്. അപ്പോൾ ICUലാണെന്നും കൂടെ കേൾക്കുകയാണ്. അപ്പോൾ ICU കിടക്കുകയാണെന്ന് പറയുമ്പോൾ മീനാക്ഷി വീണ്ടും പൊട്ടി തകർന്നു പോയി. അങ്ങനെ അവിടുന്ന് നേരെ ICUലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അമ്മ നിൽപ്പുണ്ട് കേട്ടോ. മോളെ കാണുന്നതും അമ്മയും അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്നിട്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ അച്ഛന് സംഭവിച്ചെന്ന്. അച്ഛൻ രാവിലെ ചായ കുടിച്ചിട്ടിരുന്നതാ മോളെ, ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു അസുഖം ഇല്ലായിരുന്നു. പെട്ടെന്ന് ഒരു നെഞ്ചുവേദന പോലെ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് വീണതാ. അങ്ങനെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അയ്യോ എൻ്റെ ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ദൈവമേ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യാന്നൊക്കെ പറഞ്ഞ് അമ്മ സങ്കടപ്പെടുക. മീനാക്ഷിയും അതുപോലെ തന്നെ. അപ്പോൾ മീനാക്ഷി പറഞ്ഞു, അച്ഛൻ ദിവസവും എക്സർസൈസും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ അമ്മയും ചോദിക്കാം. അതേ മോളെ, എല്ലാ മാസവും കൃത്യമായി ചെക്കപ്പൊക്കെ ചെയ്യുന്നതാ. എന്താ ഇങ്ങനെ സംഭവിച്ചത് ദൈവമേ, ഓരോ കഷ്ടകാലങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടായിരിക്കും മോളെ എന്നും പറഞ്ഞ് അമ്മ ഒപ്പാരും വെച്ച് കരയാട്ടോ. മീനാക്ഷി ഒപ്പത്തിന് കരയുന്നുണ്ട്. അങ്ങനെ ആകാശും ഗോമതിയും കൂടെ ചെന്നിട്ട് അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ആകാശ് പറയാം, അമ്മ വിഷമിക്കണ്ട, ഒന്നും വരില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ റൂമിലുണ്ട്, കുറച്ച് ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, ഡോക്ടർ വന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ എന്നും പറഞ്ഞ് അമ്മ കരയാം. അതുപോലെ ഗോമതി ചെന്ന് മീനാക്ഷിയുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് വെച്ച് അവർക്ക് നല്ലൊരു ആശ്വാസം കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഓടിച്ചെന്ന് ഡോക്ടറോട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാം, പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുക, ഇപ്പോൾ ബോധമൊക്കെ വീണിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ എന്തായാലും ആ ഒരു അപകടനില അങ്ങ് തരണം ചെയ്തിട്ടുണ്ട്. സമയത്ത് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ആൾക്ക് വേറെ കുഴപ്പമില്ല. പക്ഷേ ഇനി ഒരു 1-2 മെയിനായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ ഉണ്ട്. അതുകൂടെ വന്നാലേ നമുക്ക് പൂർണ്ണമായിട്ടും ആൾ ആരോഗ്യവാനാണോ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. അത്രയും സമയം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവാം. അത് കേട്ട് വീണ്ടും അമ്മ കരയാൻ തുടങ്ങി. അപ്പോൾ ആകാശ് പറയാം, ഡോക്ടർ പറഞ്ഞതല്ലേ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് വിളിക്കണേ, കരയണേ, സമാധാനമായിട്ടിരിക്കുക അമ്മയെന്ന് പറയുമ്പോൾ അതല്ല മോനെ, ഡോക്ടർ പറഞ്ഞില്ലേ ഇനിയും പ്രധാനപ്പെട്ട ടെസ്റ്റുകളുണ്ടെന്ന്. അപ്പോൾ ഡോക്ടറിൻ്റെ മുഖത്ത് തന്നെ അത്രയ്ക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നണേ. ഒന്നുമില്ല അമ്മേ, ടെസ്റ്റ് വരട്ടെ, അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇങ്ങനെ വിഷമിച്ചാൽ പോരെ, അമ്മ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് അവരവിടെ നിൽക്കാനായിട്ട് എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.